ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലാസ്റ്റ് കുഞ്ഞ് പാർട്ട് നമ്മൾ അതിൽ ആഡ് ആവാൻ മിസ്സായി പോയി. സോ ഇൻ ബിറ്റ്വീൻ ഒന്ന് വീഡിയോ സ്റ്റക്ക് ആയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു ഫൈനൽ പാർട്ട് ഒരു കുഞ്ഞ് ഏരിയയും കൂടെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. സോ ആ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞവർ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നമ്മുടെ ആ ഒരു 8 മാർക്കിൻ്റെ ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മൾ മിസ്സായിരുന്നത്. സോ ആ ഒരു പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഹെൽത്ത്, എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഫിസിക്കൽ ഏരിയ വേണം, മെന്റൽ ഏരിയ വേണം, ആൻഡ് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ വെൽബീയിങ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, സോ ഇനി ഈ ഒരു ഏരിയ നമുക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്പ്ലെയിൻ ഹൗ എ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിനെ എങ്ങനെയാണ് ഒരു ഹെൽത്തി പേഴ്സൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 4 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ 4 പോയിന്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യല്ലേ മക്കളെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സോ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോയി, ഒരു പ്രൊഡക്ഷൻ സെക്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അതിലൂടെ എന്തിനു സാധിച്ചു? ഇൻക്രീസ് ഇൻ ദ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, എന്ത് സംഭവിച്ചു? ഈ പറയുന്ന എഫിഷ്യൻസി കൂടി, അതേപോലെ തന്നെ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കൂടിയത് കൊണ്ട് തന്നെ പ്രൊഡക്ഷനും അവിടെ കൂടാൻ കാരണമായി. അപ്പൊ ഒരു ഹെൽത്തി പേഴ്സൺ ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ? ഇനി അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. നമുക്ക് ചുറ്റും ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ദെൻ മെഡിക്കൽ എക്സ്പെൻസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് കുറയും. ആൻഡ് ബൈ റിഡ്യൂസിങ് ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ഈ പറയുന്ന നമ്മുടെ ഹെൽത്തിന് വേണ്ടി എത്രയാ എമൗണ്ട് ചെലവാക്കുന്നറിയോ? സോ ആ ഒരു എക്സ്പെൻസും ഗവൺമെന്റിന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് പോസിബിൾ ആക്കാം. അപ്പൊ 4 പോയിന്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യമുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ എഫിഷ്യൻസിയും കൂട്ടി നമ്മുടെ വർക്കിംഗ് ഡേയ്സും കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡക്ഷൻ കൂടും. നാച്ചുറൽ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ എക്സ്പെൻസ് കുറയ്ക്കാം, അതിലൂടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റിഡ്യൂസ് ചെയ്യാം. ദെൻ എക്കണോമിക് ഡെവലപ്മെന്റ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ? ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, അതേപോലെ അത് അവൈലബിൾ ആവണം. ദെൻ അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ, നല്ല ശുദ്ധമായ ജലം അവൈലബിൾ ആവണം. പിന്നെ വരുന്നത് ഏതാണ്? പ്രിവെന്റീവ് മെഷേഴ്സ്. ഓക്കെ, എന്താ പറയുന്നത്? ഈ പറയുന്ന പകർച്ചവ്യാധികൾ എന്തെങ്കിലും വരാതെ നമ്മളെ തടയാനുള്ള സംവിധാനം വേണം. ദെൻ ക്ലീൻലിനെസ്, നല്ല ശുദ്ധം ഉണ്ടാവണം. മെഡിക്കൽ ഫെസിലിറ്റീസ്, ഓക്കെ, അതായത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. എൻഷുറിംഗ് ഓഫ് ലീഷർ ആൻഡ് എന്റർടൈൻമെന്റ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഒഴിവുവേളകൾക്കും വിനോദങ്ങൾക്കും വേണ്ടി പോലും നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടിയും നമ്മൾ സമയം ചെലവാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ദെൻ ഹെൽത്തി എൻവയോൺമെന്റ്, ഇതെല്ലാമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. സോ വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ? ഹെൽത്ത് കെയറിനപ്പോൾ ഇതെല്ലാം വേണം കേട്ടോ. നല്ല ഭക്ഷണം കഴിച്ച് നല്ല വെള്ളം കുടിച്ചു കാര്യമില്ല. ഈവൻ ലീഷറും നമ്മുടെ എൻവയോൺമെന്റും എന്റർടൈൻമെന്റും എല്ലാം പോസിബിൾ ആണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ആരോഗ്യം നമുക്ക് സാധ്യമാവുള്ളൂ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് that work at different levels in the medical sector. മെഡിക്കൽ സെക്ടറിലെ ഡിഫറെന്റ് ലെവൽസിലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് നോക്കാം. മെഡിക്കൽ കോളേജ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, ഹെൽത്ത് സബ് സെന്റേഴ്സ്, ഇത്രയാണുള്ളത്. Then other institutions that work in the medical sector ഏതൊക്കെയാണ്? There are various hospitals in the cooperative and private sectors. Multi-speciality hospitals operate to make available modern treatment facilities. അതായത് മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, ഇപ്പൊ റോബോട്ടിക് സർജറി വരെ അവൈലബിൾ ആണ് അല്ലെ. ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. ഇനി അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിഫറെന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി പോലെയുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നമുക്കൊരു 3 മാർക്ക് 4 മാർക്ക് ആ ഒരു റേഞ്ചിൽ ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. NRHM ആൻഡ് NUHM കമ്പയർ ചെയ്യാൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആൻഡ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. റൂറൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? വില്ലേജ് ഏരിയ. സോ ഫങ്ഷൻസ് ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി
ഹെൽത്ത് സർവീസസ് ടു ഓൾ ഇൻ ദ റൂറൽ സെക്ടർ. റൂറൽ സെക്ടറിലുള്ള വില്ലേജ് ഏരിയയിലുള്ള ആളുകൾക്ക് ക്വാളിറ്റിയുള്ള ഹെൽത്ത് സർവീസസ് ഉണ്ടാക്കിയെടുക്കാം. Okay, then multi-speciality hospitals operate to make available modern treatment facilities. അപ്പോൾ വില്ലേജിലുള്ള ആളുകൾക്കും എന്താണ് മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാം. ഇനി അർബൻ ഏരിയയിൽ എന്തായിരിക്കും? ഇറ്റ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് സർവീസസ് ടു ദി റെസിഡൻസ് ഓഫ് അർബൻ സ്ലംസ്. ഓക്കെ, ചേരി പ്രദേശങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന നഗരങ്ങളിലെ പട്ടണങ്ങളിലെല്ലാം. സോ ആൻഡ് അതർ മാർജിനലൈസ്ഡ് പീപ്പിൾസ് ടൗൺസ് വിത്ത് പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 50,000, 50,000-ലധികം വരുന്ന ടൗൺ ഏരിയയിലൊക്കെ ശരിക്കും പറഞ്ഞ ആളുകൾ തിങ്ങി പാർക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, NUHM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മെയിൻ ആയിട്ട് ആലോചിക്കുക, NRHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, റൂറൽ ഹെൽത്ത് മിഷനും NUHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ആണ്. ഓക്കെ, നമ്മൾ ഫൈനൽ ടോപ്പിക്കിലേക്ക് എത്തി. ദാറ്റ് ഈസ് ലൈഫ് എക്സ്പെക്ടൻസി. എന്താണത്? ഇറ്റ് ഈസ് ദ എക്സ്പെക്ടഡ് ആവറേജ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ ലീവ്സ്. എത്ര കാലം വരെ ഒരാൾ ജീവനോട് കൂടി ഉണ്ടാവും, ഒരാളുടെ ആയുർദൈർഘ്യം. ദാറ്റ് ഈസ് ലൈഫ് എക്സ്പെക്ടൻസി. ഓക്കെ, സോ 2011 സെൻസസ് അനുസരിച്ച് സ്ത്രീകളുടെ ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി കുറവാണ്, കൂടുതലാണ്, 67.7 വയസ്സ് വരെയുണ്ട്. ഇവിടെ പുരുഷന്മാരുടെ കുറവാണ്, 64.6 വരുന്നത്. ടോട്ടൽ ഒരു ആവറേജ് എടുക്കുമ്പോൾ 66.1. ഓക്കെ, അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതാണ് ഈ ചാപ്റ്ററിലെ ഒരു ഫൈനൽ ഏരിയ. പ്രൊഡക്ടിവിറ്റി, വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എക്കണോമിക് ഇനിക്വാലിറ്റി, പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് പോസിബിൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എക്കണോമിക് ഇനിക്വാലിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് എഫക്റ്റീവ്ലി, നല്ല രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മേക്സ് പോസിബിൾ ദി ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. ഓക്കെ, സോ ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാനും അതേപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റും പോസിബിൾ ആക്കാൻ സാധിക്കും. ആൻഡ് സോഷ്യൽ വെൽഫെയർ ഉറപ്പുവരുത്താൻ സാധിക്കും. ആൻഡ് ഫൈനലി ഓൺടർപ്രീനർഷിപ്പ് ഇംപ്രൂവ്സ്. ഓക്കെ, അതായത് നമുക്ക് സംരംഭകത്വം വളർത്താനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഈ ടോപ്പിക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് ഒക്കെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമന്റ് ബോക്സിൽ 8 എന്ന് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. എനിവേ, അടുത്ത ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ട് അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. Till then, thank you and have a nice day. Bye bye.